അപ്പോഴേ ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം കുറച്ച് കപ്പ ഇരിക്കുന്നത് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. പാൽക്കപ്പ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ പാളിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ആദ്യം നമ്മൾ കപ്പ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നന്നായി വേവിച്ചെടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് നല്ല ചട്ടിയിലൊക്കെ വേവിക്കുന്നത് കാണിക്കാനാണ്. പിന്നെ തീരെ ക്ഷമയില്ലാത്തത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, അത് കുക്കറിലേക്ക് മാറ്റി. അപ്പം കുക്കറിൽ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉപ്പിടാൻ മറന്നു പോകരുത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ അടുക്കളേൻ്റെ ലൈറ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വെളിച്ചം റിംഗ് ലൈറ്റിൻ്റെ ആണ്. ഈ പറയുന്ന ഞാനും വീഡിയോ എടുത്തു തന്ന ഏട്ടനും കണ്ടു നിന്നവരും എല്ലാവരും അത് മറന്നു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ആ പാൽക്കപ്പയിലായിരുന്നു. എന്തായാലും പോട്ടെ, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. ഈ കപ്പ വേവുന്ന സമയം കൊണ്ടേ നമുക്കിതിൽ ചേർക്കാനുള്ള ബാക്കിയുള്ള ഐറ്റംസ് ശരിയാക്കാം. പാൽക്കപ്പ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ആദ്യം എന്ത് വേണം? പാല് വേണം. എന്ത് പാല്? തേങ്ങാപ്പാൽ. അപ്പം തേങ്ങാപ്പാൽ ഒന്നാം പാൽ വേറെ രണ്ടാം പാൽ വേറെ മാറ്റി വെക്കാം. അങ്ങനെ 3-4 വിസിലിന് ശേഷം നമ്മൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കപ്പയെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോഴാണല്ലോ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. നമ്മുടെ പാൽക്കപ്പയിലേക്ക് വേണ്ട അടുത്ത ഐറ്റമാണ് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില ഇവ നന്നായി ചതച്ചതും ഇതിൽ നമ്മൾ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ വേറെ രണ്ടാം പാൽ വേറെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനിയാണ് മക്കളെ മിക്സിങ്. ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, കാന്താരി ഐറ്റംസൊക്കെ നമ്മുടെ വേവിച്ച കപ്പയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ രണ്ടാം പാലാണ്. ഞാൻ ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല, ഇത് ഒഴിച്ചിട്ട് ഒന്ന് ഓണാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ചേർത്തു. അപ്പോഴാണ് നമ്മൾ അടുത്ത സത്യം മനസ്സിലാക്കിയത്, ചട്ടി നിറഞ്ഞു. ഇനി ഞാൻ ഒന്നാം പാൽ എവിടെ വയ്ക്കും? പാൽക്കപ്പ കുറുകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഭാഗ്യത്തിന് ഇച്ചിരി സ്ഥലം ആ ചട്ടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അത് ഇളക്കുകയാണ്. കാരണം ഒന്ന് പാളിയാൽ കയ്യിൽ നിന്ന് പോകും. പിന്നെന്താ, നമ്മൾ വറവാണ് വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മുടെ പാൽക്കപ്പയുടെ മുകളിലേക്ക് ഇങ്ങനെ വറുത്തിട്ടിട്ട് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ബാക്കി വന്ന കുഞ്ഞുള്ളി കൊണ്ട് ഒരു കുട്ടി ചമ്മന്തി ഉണ്ടാക്കാം. അതിലേക്ക് കാന്താരിയും കറിവേപ്പിലയും ഉപ്പും പുളിയൊക്കെ ചേർത്തൊന്ന് നന്നായി ചതച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ദീപുവേട്ടനാണ്. അപ്പം ദീപുവേട്ടൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ദീപുവേട്ടന് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കുഞ്ഞുള്ളി കൂടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ അമ്മയ്ക്കും ചിന്നുവിനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാൽക്കപ്പ ഒന്ന് തണുത്ത് കഴിഞ്ഞാലാണ് കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത്. നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.